കയ്യിൽ വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ സമീപത്ത് RSSന്റെ മുട്ടുകുത്തിച്ച് നടന്ന 2 സമരമായിരുന്നില്ലേ? ഒന്ന് ജന്തർ മന്ദർ സമരം, 2 അതിനു മുമ്പ് കർഷക സമരം. 763 കർഷകർ ജീവനൊടുക്കി. ഇന്ത്യയിൽ കോൺഗ്രസിന് ഒരു കർഷക സംഘടനയുണ്ടോ? ഇല്ലല്ലോ. നിങ്ങൾ RSS തോറ്റുപോയത് കർഷക സമരത്തിന് മുമ്പിലാ. നിങ്ങൾ ആരവിടെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് എന്ത് പങ്ക് RSSനെ തോൽപ്പിക്കുന്നതിലുണ്ടായിരുന്നത്? ഇപ്പൊ ജന്തർ മന്ദർ സമരം, ആ ജന്തർ മന്ദർ സമരത്തിന്റെ നേതൃപദവി അലങ്കരിച്ചിരുന്ന അഭിജിത്ത് ദീപ്ക എന്ന അമേരിക്കൻ സർവകലാശാലയിലെ വിദ്യാർത്ഥി എല്ലാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും RSS ജയിക്കുമ്പോൾ മതനിരപേക്ഷവാദിയായ, അദ്ദേഹം ഏത് പാർട്ടി എന്നുള്ളത് ഇപ്പോഴും എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, മതനിരപേക്ഷവാദിയായ അഭിജിത്ത് ദീപ്ക എന്ന ഇന്ത്യൻ വിദ്യാർത്ഥി, ഞാൻ അങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അയാളുടെ പ്രതികരണം എന്താണ്? RSSന്റെ വിജയത്തിന്റെ കാരണമെന്ന് പറയുന്നത് അവർക്കെതിരെ ക്രീസിൽ ബാറ്റുമായി നിൽക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. പറഞ്ഞതാരാണ്? ഈ ജന്തർ മന്ദർ വിദ്യാർത്ഥി സമരത്തിൽ കോൺഗ്രസ് ഒഴികെ ബാക്കി എല്ലാ പാർട്ടികളുടെയും ജന്തർ മന്ദറിന്റെ പിന്തുണയോടുകൂടെ BJPയുടെ നേതാവ് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ച, ഇല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ രാജിവെപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ച സമര നേതൃത്വം ഇന്ത്യയുടെ പുതുതലമുറയാണ് പറയുന്നത് RSSന്റെ ഭാഗ്യം നിങ്ങളാണ് എന്നുള്ളത്. ഒറ്റ ഭാഗം കൂടെ പറയാൻ അങ്ങനെ അനുവദിക്കണം. അദ്ദേഹം ചോദിക്കുന്നു, പിന്നെ കോൺഗ്രസിനെ എതിർത്ത് ഈ പട്ടം നൽകിയല്ലോ, അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അദ്ദേഹം പറഞ്ഞത് എന്താണ്? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോഴൊക്കെയല്ലേ ഇതിനെ സംബന്ധിച്ച് പറയേണ്ടത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ആളുകൾ വേണമെങ്കിൽ നമുക്ക് കരുതാം. ഇക്കാര്യത്തിൽ വിമർശനം ശക്തമായിട്ട് ഉന്നയിച്ചത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി പ്രതീകമായി വന്നിരിക്കുന്ന ഞാനാണല്ലോ. അപ്പൊ ഇടതുപക്ഷക്കാർക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കില്ല അല്ലേ? അങ്ങ് പറയുന്നതിന് ഞാൻ വിട്ടേക്കാം. പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ചരിത്രബോധമുള്ള അങ്ങനെ ഒരാൾ കോൺഗ്രസിലുണ്ടെങ്കിൽ അവർക്കറിയാം പൂർണ്ണ സ്വരാജ് 921 അഹമ്മദാബാദിലെ കോൺഗ്രസിന്റെ പ്ലീനറി സെഷൻ, ആ പ്ലീനറി സെഷനിൽ പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം അവതരിപ്പിച്ച ആളുകളുടെ പേരെന്താണ്? ഇപ്പോഴത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ പ്രത്യേകം പറയണം. ഒന്നൊരു മുസൽമാനാണ്, രണ്ടൊരു ഹിന്ദുമത സന്യാസിയാണ്. ആ സന്യാസിയുടെ പേരെന്താണ്? സ്വാമി കുമാരാനന്ദ. മുസൽമാന്റെ പേരെന്താണ്? മൗലാന ഹസ്രത്ത് മൊഹാനി അല്ലെ? രണ്ടുപേരും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. ആ 2 കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ത്യയിൽ പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന പ്രമേയം ആദ്യം അവതരിപ്പിച്ചത്. ഇനിയിപ്പോ CPIMന്റെ കണക്കിലെ ഒറ്റക്കാരുടെ ഇനിയിപ്പോ CPIMന്റെ കണക്കിലേക്ക് വന്നാലോ? അങ്ങേക്കറിയാമോ, ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് CPIM രൂപീകരിച്ചപ്പോൾ നവരത്നാസ് 9 പേരായിരുന്നു അന്ന് പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായി ഉണ്ടായിരുന്നത്. 9 പേർ ആകെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ജയിലിൽ കിടന്ന വർഷം എത്രയാണെന്നറിയാമോ? BT രണദിവെ, P സുന്ദരയ്യ, M ബസവപുന്നയ്യ, ഹർകിഷൻ സിംഗ് സുർജിത്ത്, EMS നമ്പൂതിരിപ്പാട്, AKG, P രാമമൂർത്തി, പ്രമോദ് ദാസ് ഗുപ്ത, ജ്യോതി ബസു. 60 വർഷവും 3 മാസവുമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലെ 9 പേർ മാത്രം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ജയിലിൽ കിടന്നത്. 60 വർഷവും 3 മാസവും. 10 പേരെ കാണിക്കാവോ?